സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കെവിൻ പോകുന്നതിന് മുമ്പായിട്ട് എല്ലാ കാര്യങ്ങളും നന്ദനോട് ഡീറ്റെയിൽ ആയി തന്നെ പറയുന്നുണ്ട്. ഋഷി മരിച്ചു, ഇനി ഋഷി ഇല്ല, നീ അതോർത്ത് ടെൻഷനാവുമൊന്നും വേണ്ട. എന്തായാലും ഇതാരോടും തുറന്നു പറയാനും നിൽക്കണ്ട. തുറന്നു പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. ഇതിനു മുമ്പ് നീ മീര കൊലക്കേസിലും പ്രതിയായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതും കൂടി കേൾക്കുമ്പോൾ അത് നിൻ്റെ കുടുംബം തകർന്നു പോകും. അതുകൊണ്ട് നീ ആരോടും പറയണ്ട. ഋഷി ഇനി ഇല്ല, അവൻ മരിച്ചു, അത് നീ ഉൾക്കൊള്ളണം. ആ കേസ് നീ മനസ്സിൽ നിന്ന് കളഞ്ഞേരെ, ഇനി നീ അത് ആലോചിച്ചുകൊണ്ടിരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശിച്ചിട്ട് കെവിൻ പോകുന്നുണ്ട്. പക്ഷേ കെവിൻ പോയതിന് ശേഷം നന്ദൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നന്ദനക്ക് തോന്നുന്നുണ്ട് റൂമിൽ ഋഷി വന്നേക്കാന്ന്. അങ്ങനെ ഋഷി കൊല്ലാൻ മന്നെയാന്ന് വിചാരിച്ച് പേടിച്ചെഴുന്നേറ്റ് നന്ദൻ ഇങ്ങനെ കരയുന്നുണ്ട്. എന്നിട്ട് നന്ദന് തോന്നുന്നത് ഋഷി കൊല്ലാൻ വേണ്ടി കഴുത്തി പിടിച്ചേക്കാന്ന് വിചാരിച്ച് നന്ദനും ഇതുപോലെ തന്നെ കഴുത്തി പിടിച്ച് കൊല്ലല്ലേ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് കരയുന്ന സമയത്ത് ദേവിക അങ്ങോട്ട് വരുന്നുണ്ട്. നന്ദൻ്റെ ഈ പരാക്രമമൊക്കെ കണ്ടിട്ട് ദേവികയ്ക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. എന്നിട്ട് ദേവിക വേഗം തന്നെ അച്ഛ അമ്മയെന്നും പറഞ്ഞ് വിളിക്കണം കേട്ടതും പ്രഭാവതി സിദ്ധാർത്ഥനൊക്കെ ഓടി വരുന്നുണ്ട്. എന്താ മോളെ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അതേ നന്ദു എന്തൊക്കെയോ പറയണു, നന്ദുവിന് എന്തോ കുഴപ്പമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ദേവികയോട് നന്ദനാണെങ്കിൽ പോന്നും പറഞ്ഞ് ഒച്ചെടുക്കുന്ന സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഇത് ഞാനാ നന്ദു, ദേവികയാന്ന് പറയുമ്പോൾ ഈ നന്ദൻ പറയുന്നുണ്ട്, ഇല്ല എന്നെ കൊല്ലാൻ വേണ്ടി വന്നതാ, ഇവളോട് പോകാൻ പറ. അപ്പോഴും നമ്മളുടെ നന്ദൻ്റെ മുന്നിൽ ഋഷി നിൽക്കണ പോലെയാണ് നന്ദന് തോന്നുന്നത്. ആ സമയത്ത് പ്രഭാവതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നന്ദ, നിനക്ക് എന്താ പറ്റിയത്? ദേവിക നിൻ്റെ ഭാര്യ, അല്ലാതെ നിന്നെ കൊല്ലാൻ വന്നേക്കണമൊന്നുമല്ല, എന്തായാലും മോനും ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ ആ സമയത്ത് സിദ്ധാർത്ഥൻ നന്ദനെ വിളിച്ചതും നന്ദനാണെങ്കിൽ സിദ്ധാർത്ഥനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്നുണ്ട്. എന്നെ കൊല്ലാൻ പോവാച്ചാന്നും പറഞ്ഞ് ഇല്ല മോൻ എന്തൊക്കെയായി പറയണേ, എന്താ പ്രശ്നമെന്ന് ചോദിച്ച് താഴേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് താഴെ ചെന്നതും സിദ്ധാർത്ഥനും പ്രഭാവതിയും ചോദിക്കുന്നുണ്ട്, നന്ദ നിനക്ക് എന്താ പ്രശ്നം? നീ 2 ദിവസമായല്ലോ ഇങ്ങനെ കാണിക്കണു, എന്തെങ്കിലും ടെൻഷനുണ്ടോ? ഓഫീസിൽ എന്തെങ്കിലും ടെൻഷനുണ്ടോ? അതോ ഇനിയിപ്പോൾ ആ ഋഷിയുടെ കാര്യം ഓർത്തിട്ടുള്ള ടെൻഷനാണോ എന്ന്? അത് കേട്ടതും നമ്മളുടെ നന്ദനാണെങ്കിൽ ആകെ ഷോക്കായതുപോലെ ഒന്നും കൂടിയും പരിഭ്രമിച്ച് ഈ പ്രഭാവതിയൊക്കെ നോക്കുന്നുണ്ട്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അന്ന് ഋഷി എന്നെ പരസ്യമായി അപമാനിച്ചില്ലേ, എന്നിട്ട് ഋഷിയോട് അതിന് പകരം ചോദിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം കൊണ്ടായിരിക്കും നന്ദൻ ഇങ്ങനെ പെരുമാറുന്നത്. എന്തായാലും ഞാൻ ആ ഋഷിയൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചാലോ സിദ്ധുന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അത് താൻ പറഞ്ഞത് നേരെ, അന്നേ നന്ദൻ ഋഷിയോട് പകരം ചോദിക്കാനായിട്ട് ഇറങ്ങിയതാണ്, താനും ഞാനും തടഞ്ഞതുകൊണ്ടാണ് നന്ദൻ പോവാതിരുന്നത്. എന്തായാലും അതുകൊണ്ടുള്ള പ്രശ്നമാണ് നന്ദനെങ്കിൽ നമുക്ക് ഋഷിയെ കൊണ്ടുവന്ന് നന്ദൻ്റെ മുന്നിൽ നിർത്താമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശാരികേനെയാണ്. ശാരികയാണെങ്കിൽ ദേവിക ഇപ്പോൾ വരുമെന്നുള്ള പ്രതീക്ഷയെ തന്നെ നോക്കിക്കാണ്, എന്നിട്ട് ദേവികയെ കാണുന്നില്ല. അപ്പോൾ ദേവിക പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു സമയമാകുമ്പോഴേക്കും എത്തിയേക്കാണ്. അങ്ങനെ ശാരികയോട് ടീച്ചേഴ്സും ശാരികയുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് എന്താ MLA വരാത്തതെന്ന് ചോദിക്കുമ്പോൾ ചേച്ചി ഇപ്പം തന്നെ എത്തും, ചേച്ചിക്ക് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം തന്നെ എത്താമെന്നാണ് പറഞ്ഞത്, എന്തായാലും നിങ്ങളതോർത്ത് ടെൻഷനാകുമൊന്നും വേണ്ടാന്ന്. അങ്ങനെ നമ്മളുടെ ശാരികയാണെങ്കിൽ ദേവിക ഇപ്പോൾ വരുമെന്ന് വിചാരിച്ച് നോക്കിയിരുന്നിട്ടൊന്നും ദേവികയെ കാണുന്നില്ല. അത് കഴിഞ്ഞ് ശാരിക ദേവികയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോണാണെങ്കിൽ ആരും അറ്റൻഡ് ചെയ്യണമില്ല. ഈ സമയത്ത് ശാരികയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനാവുന്നുണ്ട്. എന്നിട്ട് ശാരികയുടെ കൂട്ടുകാരികൾ ചോദിക്കുന്നുണ്ട്, എന്താ ശാരി, ചേച്ചീനെ ഇതുവരെ കണ്ടില്ലല്ലോ, ഇനിയിപ്പോൾ MLA വരാതെ എങ്ങാനും ഇരിക്കുമെന്ന് ചോദിക്കുമ്പം ഇല്ല, ഞാൻ കുറച്ച് മുമ്പേ വിളിച്ചപ്പോൾ പോലും ചേച്ചി വരാമെന്ന് സമ്മതിച്ചതാണ്, ഇനിയിപ്പോൾ വൈകണേ എന്താണെന്നറിയില്ല, വിളിച്ചിട്ട് ചേച്ചിയാണെങ്കിൽ ഫോണും എടുക്കണില്ല, എന്തായാലും ഞാൻ നന്ദേട്ടനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് ശാരികയാണെങ്കിൽ ഫോണിൽ നന്ദനെ വിളിക്കുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ നന്ദൻ്റെ ഫോണാണെങ്കിൽ ബെഡ്റൂമിൽ കിടന്ന് ബെല്ലടിക്കുന്നുണ്ടെങ്കിലും ആരും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ആ സമയത്ത് ശാരികയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനാവുന്നുണ്ട്. എന്നിട്ട് ശാരിക വീണ്ടും നന്ദനെയും ദേവികയും മാറി വിളിക്കുന്നുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും ഫോൺ എടുക്കണില്ല. ഈ സമയത്ത് നമ്മളുടെ ദേവികയാണെങ്കിൽ ആകെ സങ്കടത്തിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പ്രഭാവതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ശരിയാവണേ, ഇന്ന് ശാരികയുടെ കോളേജിൽ പ്രോഗ്രാം ഏറ്റേക്കണതല്ലേ, മോള് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ പോകാനമ്മേ, നന്ദുവിനെ ഈ അവസ്ഥയെ കണ്ടുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. ശാരിക പിന്നെയും വിളിച്ചിരുന്നു, എന്തായാലും മോള് മോളെ എന്ന് പറയുമ്പം ഇല്ല അമ്മേ, ഇന്ന് അങ്ങോട്ടേക്കും ഇല്ല, എനിക്ക് മനസ്സിനൊരു സമാധാനമില്ല, നന്ദു എന്താ ഇങ്ങനെ പെരുമാറണേന്നും അറിയില്ലല്ലോ, എന്തായാലും നന്ദുവിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടേ ഞാനിനി വെളിയിലേക്കൊക്കെ പോകണുള്ളൂ, അതുവരെ ഞാൻ എങ്ങും പോകുന്നില്ല അമ്മയെന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഈ സമയത്ത് സിദ്ധാർത്ഥന അങ്ങോട്ട് വന്നിട്ട് ദേവികയോട് ചോദിക്കുന്നുണ്ട്, മോള് പരിപാടിക്ക് പോകണില്ലേന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ പോകാനാ വെച്ചാൽ ഈ ഒരു അവസ്ഥയിൽ നന്ദുവിനെ കണ്ടുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ എന്തായാലും ഇന്ന് പോകുന്നില്ല. ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, അത് ശാരികയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ മോളെന്ന് ചോദിക്കുമ്പം ഇതിലും വലിയ ബുദ്ധിമുട്ട് എന്താ അച്ഛൻ ഉള്ളത്, എന്തായാലും അച്ഛനൊന്ന് ശാരികയെ വിളിച്ച് വിവരം പറഞ്ഞേനേന്ന്. അങ്ങനെ സിദ്ധാർത്ഥന
നന്ദനാണെങ്കിൽ ഫോൺ എടുത്ത് ശാരികയെ വിളിക്കുന്നുണ്ട്. ശാരിക ആ സമയത്ത് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് സിദ്ധാർത്ഥൻ ദേവികയോട് പറയുന്നുണ്ട്, ശാരികയ്ക്ക് വിളിച്ചിട്ട് ശാരിക കോൾ എടുത്തില്ലല്ലോ, ഇനി എന്ത് ചെയ്യും മോളെ എന്ന് ചോദിക്കുമ്പം അവൾ മിസ് കോൾ കണ്ട് തിരിച്ച് വിളിച്ചോളൂ അച്ഛൻ അതോർത്ത് ടെൻഷൻ ആവുമൊന്നും വേണ്ട. ഇപ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം നന്ദുവിൻ്റെ ഈ ഒരു അവസ്ഥയല്ലേ, അത് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കണം. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അന്ന് ആ ഋഷിയെ തല്ലാനായിട്ട് നന്ദൻ ഇറങ്ങിയപ്പോൾ ഞാനാ തടഞ്ഞത്. ഇനിയിപ്പോൾ അതുകൊണ്ടുള്ള വിഷമമാണോ നന്ദന് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കണേന്ന് അറിയില്ലല്ലോ. എന്തായാലും ആ ഋഷിയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് നന്ദൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണം. എന്നിട്ട് നന്ദൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഋഷിയും കൊണ്ട് എന്നോട് മാപ്പ് പറയിപ്പിക്കണം. അത് കേട്ടതും നന്ദനാണെങ്കിൽ ഒന്നും കൂടി ഷോക്കായിട്ട്, വേണ്ടമ്മേ വേണ്ട, അതൊന്നും വേണ്ട, അമ്മ ഋഷിയെ അന്വേഷിച്ച് പോകുമൊന്നും വേണ്ട, അത് അവിടെ കഴിഞ്ഞില്ലേ, ഇനി അതിൻ്റെ പുറകെ നമ്മൾ അന്വേഷിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടന്ന് പരാക്രമം എടുക്കുന്നുണ്ട്. ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട്, എന്തിനാ നന്ദു ഇങ്ങനെ കിടന്ന് പരാക്രമം എടുക്കണം? അമ്മ ഒരു ഓപ്ഷൻ പറഞ്ഞതല്ലേ ഉള്ളൂ, ഋഷിയെ വിളിച്ചുകൊണ്ട് വരാമെന്ന്. അതിന് നന്ദു എന്തിനാ ഇത്ര പേടിക്കണം? ഇനി നന്ദു ഋഷീനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം നന്ദനാണെങ്കിൽ വീണ്ടും ഷോക്കാവുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ ശാരികയാണെങ്കിൽ തിരിച്ച് സിദ്ധാർത്ഥൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ സിദ്ധാർത്ഥൻ കോൾ കണ്ടതും ശാരിക വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ശാരിക എന്നിട്ട് സിദ്ധാർത്ഥൻ ഫോൺ എടുത്തതും ചോദിക്കുന്നുണ്ട്, എന്താ അങ്ങളെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അതേ മോളെ ദേവികയ്ക്ക് ഇന്ന് അങ്ങോട്ട് വരാൻ പറ്റില്ല, നന്ദന് നല്ല സുഖമില്ല എന്ന് പറയുന്നു. അത് കേട്ടതും ശാരികയാണെങ്കിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ, നന്ദന് പനി, അതുകൊണ്ട് ഇന്ന് ദേവിമോൾ വരില്ല, കോളേജിലെ ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്തു എന്ന്. അത് കേട്ടതും ശാരികയാണെങ്കിൽ ആകെ ഇങ്ങനെ തകർന്ന് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ കോളേജിലെ പ്രിൻസിപ്പാളും അതുപോലെ ശാരികയുടെ കൂട്ടുകാരികളൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഈ ശാരികയെ MLA വരാത്ത തന്നെ ഇതുവരെ, ഇപ്പം എത്തും എന്ന് പറഞ്ഞിട്ട് സമയം ഒരുപാടായല്ലോ, MLAയുടെ പ്രോഗ്രാം തുടങ്ങേണ്ട സമയമായി, ഇതുവരെ MLA വന്നിട്ടില്ലല്ലോ എന്ന്. ആ സമയത്ത് ശാരികയാണെങ്കിൽ നിന്ന് കരയുന്നുണ്ട്. അന്നേരം പ്രിൻസിപ്പാൾ ചോദിക്കുന്നുണ്ട്, എന്താ ശാരിക, എന്തു പറ്റി, MLAക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി വരില്ല. ശാരിക എന്താ ഈ പറയണേ, അവസാന നിമിഷമാണോ വരില്ല എന്ന് പറയണേ? അപ്പോൾ ഇതിനു മുമ്പൊക്കെ ചോദിച്ചപ്പോൾ ശാരിക ചേച്ചി ഇപ്പോൾ വരുന്നല്ലേ പറഞ്ഞേ, ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി, ഇനി നമ്മൾ ആരെ കണ്ടുപിടിക്കും ഇതിന് വേണ്ടിയിട്ടെന്ന് ചോദിക്കുമ്പം ശാരിക ആണെങ്കിൽ ആകെ സങ്കടമായിട്ട് നിന്ന് കരയുന്നുണ്ട്. ആ സമയത്ത് പ്രിൻസിപ്പാളും കൂട്ടുകാരികളും പറയുന്നുണ്ട്, എന്തായാലും ശാരിക കരയൊന്നും വേണ്ട, ഞങ്ങൾ നോക്കട്ടെ വേറെ ആരെയെങ്കിലും കിട്ടുമെന്നും ചോദിച്ചാൽ അവർ പോകുമ്പോൾ ശാരികയുടെ കൂട്ടുകാരികൾ പറയുന്നുണ്ട്, എന്തായിരുന്നു ശാരികയുടെ ഒരു ഗമ പറച്ചിൽ, ചേച്ചി MLA ആണ്, ഇവിടെ ഉദ്ഘാടനത്തിന് വരും, അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ കൂടെ നിന്ന് സെൽഫി എടുക്കും, ഒരുപാട് നേരത്തെ ചേച്ചി വരും, കുറേ സമയം ഇവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ചേച്ചിയുടെ പൊടി പോലും ഇല്ലല്ലോ എന്ന്. അത് കേട്ടതും ശാരിക കരഞ്ഞുകൊണ്ട് ബാഗ് എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോകുകയെന്നും പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാധവനും രാധികയും ഇങ്ങനെ ദേവികയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ മോള് കോളേജിൽ ചെന്ന് കോളേജിലെ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും നമുക്കും കൂടി ഒന്ന് പോകാമായിരുന്നു ഇല്ലേ മാധവേട്ട, എന്നെങ്കിൽ മോളുടെ പ്രസംഗമൊക്കെ നേരിട്ട് കാണാമായിരുന്നു. ആ സമയം മാധവൻ പറയുന്നുണ്ട്, ഷാരിമോള് പറഞ്ഞതല്ലേ നമ്മളോടും ചെല്ലാൻ, നീയല്ലേ പറഞ്ഞത് വേണ്ട നിങ്ങൾ മാത്രം പോയാൽ മതിയെന്ന്. എന്തായാലും അവിടുത്തെ ഫംഗ്ഷനൊക്കെ ഭംഗിയായിട്ട് നടന്നാൽ മതിയായിരുന്നു. പിന്നെ നന്ദന് പനിയാന്ന് പറയണേ കേട്ടു, മോളെ ഒന്ന് വിളിച്ചില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രാധികയോട് പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, എന്തായാലും ഇപ്പം മോള് കോളേജിലല്ലേ, വന്നു കഴിഞ്ഞിട്ട് മോളെ വിളിച്ച് വിവരങ്ങളൊക്കെ അന്വേഷിക്കാം, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു പനി മാത്രമേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞേന്ന്. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ശാരിക അങ്ങോട്ട് കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ശാരിക കരഞ്ഞുകൊണ്ട് വന്നെ കണ്ടതും മാധവനാണെങ്കിൽ രാധികയോട് പറയുന്നുണ്ട്, അതേ രാധികയെ മോള് കരഞ്ഞുകൊണ്ട് വരുന്നുണ്ടല്ലോ, എന്താ പറ്റിയെന്ന്. അങ്ങനെ രാധിക, എന്താ ശാരി നീ കരഞ്ഞുകൊണ്ട് വരുന്നത് എന്തിനാ, ഇത്ര പെട്ടെന്ന് കോളേജിലെ പരിപാടിയൊക്കെ കഴിഞ്ഞോ, നീ ഒത്തിരി വൈകുമെന്നല്ലേ പറഞ്ഞേ, പിന്നെ ഇങ്ങനെ നേരത്തെ വന്നേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇനി ഇതിൽ കൂടുതൽ എന്ത് പ്രശ്നം ഉണ്ടാവാനാ, അമ്മയുടെ മോളുണ്ടല്ലോ ആ MLA വരാമെന്നും പറഞ്ഞ് എന്നെ ചതിച്ചു, ഇത്രയും നേരമായിട്ടും ചേച്ചി വന്നില്ല, ഞാൻ കുറച്ച് സമയം മുമ്പ് വരെയും ചേച്ചിയെ വിളിച്ച് ചോദിച്ചതാണ്, അപ്പോൾ ചേച്ചി 5 മിനിറ്റിനുള്ളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്നാണ് പറഞ്ഞേ. ചേച്ചി വരുന്ന കാര്യത്തിൽ അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ട് എനിക്ക് വേറെ സംശയമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ സമയം കഴിഞ്ഞിട്ടും ചേച്ചി വരാത്തതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടു, ഇനി ഞാൻ കോളേജിലേക്കും പോണില്ല, എൻ്റെ പഠിത്തവും ഞാൻ നിർത്തിയിരുന്നു. അങ്ങനെ ശാരിക അകത്തേക്ക് കയറിപ്പോയതും രാധിക പറയുന്നുണ്ട്, എന്നാലും മോൾ എന്തായിരിക്കും എന്ന് ചെല്ലാതിരുന്ന് മോളെ ഒന്ന് വിളിച്ച് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് രാധിക വേഗം തന്നെ ഫോണെടുത്ത് ദേവികയെ വിളിക്കുന്നുണ്ട്. ദേവികയാണെങ്കിൽ ആദ്യമൊന്നും ഫോൺ ബെല്ലടിക്കണത് അറിയണേ ഇല്ല. പിന്നീട് പ്രഭാവതി ഫോൺ എടുത്തുകൊണ്ട് ദേവികയുടെ കൊടുക്കുന്നുണ്ട്. ഇതേ മോളെ അമ്മയെ വിളിക്കണേ എന്താണെന്ന് ചോദിക്കുന്നു പറഞ്ഞു. അങ്ങനെ ദേവിക ഫോൺ വാങ്ങിയിട്ട് അമ്മ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പം മോളെ നീ എന്താ ഇന്ന് കോളേജിൽ ചെല്ലാതിരുന്നേ, അതെനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അമ്മേ, അതുകൊണ്ടാണ് പോവാതിരുന്നേ. ശാരിക വന്നോ എന്ന് ചോദിക്കുമ്പം ശാരിക ഇവിടെ കരഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്, ഇനി കോളേജിൽ പോകണില്ല, പഠിത്തം നിർത്തി എന്നൊക്കെയാണ് പറയണേ, മോൾ അവളോടൊന്ന് സംസാരിക്കുന്നു പറയുമ്പം ദേവിക പറയുന്നുണ്ട്, എൻ്റെ അമ്മേ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല, നന്ദുവിനെ ഈ ഒരു അവസ്ഥയിൽ ഇട്ടിട്ട് ഞാൻ എങ്ങനെ പോകുന്നു അമ്മ പറയണേ. എന്തായാലും അമ്മ ഫോണൊന്ന് ശാരിക്ക് കൊടുക്കുന്നു.
അങ്ങനെ രാധിക ഫോൺ കൊണ്ടുപോയി ശാരികയുടെ കൊടുത്തതും ശാരിക ഫോൺ വാങ്ങിയിട്ട് ചേച്ചി ഇപ്പം എന്തിനാണ് എന്നെ വിളിച്ചത്, ചേച്ചിക്ക് ഇപ്പോൾ തൃപ്തിയായില്ലേ, ഞാൻ എന്തായാലും പഠിത്തം നിർത്തി, ഇനി ഞാൻ കോളേജിലേക്ക് പോകണില്ല, എല്ലാവരുടെയും മുന്നിൽ എന്നെ നാണം കെടുത്തിയില്ലേ, ഇതുപോലെ ഉണ്ട് ഒരു MLA, ചേച്ചിയല്ലേ ആദ്യമായിട്ട് ഈ ലോകത്തെ MLA ആയേക്കണം, ഇത്രയും അഹങ്കാരമൊന്നും പാടില്ല ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ദേവികയാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ സ്തംഭിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.